ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ചെറുപയർ പ്രഥമൻ എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കാം. ഞാൻ ഉണ്ടാക്കുന്നതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും എളുപ്പമാണെന്ന് തോന്നിയ രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിപ്പോൾ 1/2 കിലോ ചെറുപയറാണ് ഞാൻ ഇതിൽ ഒരേ അളവ് എടുത്ത് വെച്ചതാണ്. 1/4 കിലോ കൊണ്ടാണ് ഞാൻ പ്രഥമൻ വെക്കുന്നത്. ആദ്യം തന്നെ നമുക്കിത് ഉരുളിയിൽ വറുത്തെടുക്കാം. ഉരുളി ചൂടാകാനൊന്നും നിൽക്കണ്ട. നമുക്ക് വന്നിട്ട് തന്നെ ഉരുളി വെച്ച ഉടനെ ഇതിലിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കണം. കൈ വെക്കാതെ വറുത്തെടുക്കണം. ഒരുപോലെ വറുത്ത് വരണം. ഈ ഒരു രീതിയിൽ വറുത്താൽ മതി. കടിക്കുമ്പോൾ നല്ല പൊട്ടും, നല്ലൊരു മണമെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഉരുളിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റണം, കരിഞ്ഞു പോകുന്നതിന്. ഇത് വറക്കാത്ത ചെറുപയർ, ഇത് വറുത്ത ചെറുപയർ. ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. നന്നായിട്ട് ഇളക്കിയാൽ കരിയില്ല. അല്ലെങ്കിൽ ഇളക്കാൻ കുട്ടികളെല്ലാം ഏൽപ്പിച്ചാൽ ചിലപ്പോൾ ഓരോന്ന് കരിഞ്ഞു പോയിട്ട് പിന്നെ പൊറുക്കൽ പണിയാലുണ്ട്. ഇതുപോലെ ഇളക്കിക്കൊണ്ടിരുന്നാൽ നല്ല രീതിയിൽ വറുത്ത് കിട്ടും. തണുത്തതിന് ശേഷം ഒരു 3 വെള്ളത്തിൽ ഞാൻ കഴുകി. എന്നിട്ട് ഇതിന് 3 പ്രാവശ്യം വെള്ളം ഇതിലൊഴിച്ചു. ഒരളവ് പയറെല്ലാം ഉണ്ടായതിന് 3 അളവ് വെള്ളം ഒഴിച്ചു. ഒരിക്കലും വെള്ളം കുറഞ്ഞു പോകാൻ പാടില്ല. കൂടിയാൽ നമുക്ക് വറ്റിച്ചെടുക്കാം, കുറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും. സ്റ്റവ് ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര ഉരുക്കാൻ വെക്കാം. ഞാൻ 3 6 ഒരു 9 ആണി വെള്ളം ചെറുതാണ്. 1 കിലോൻ്റെ 1/3 ഭാഗം വേണം. എന്നാൽ പാകത്തിനുള്ള മധുരമായിരിക്കും. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാം. 1/4 കിലോ പരിപ്പിന് വലിയ തേങ്ങയാണെങ്കിൽ 2, ചെറിയ തേങ്ങ ആയതുകൊണ്ട് ഞാൻ 4 തേങ്ങ മിക്സിൻ്റെ ജാറിലാക്കി ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 1/4 പാലെടുക്കാൻ വേണ്ടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങാപ്പാൽ തോർത്തിലാണ് പിഴിഞ്ഞെടുക്കുന്നത്. തോർത്തിൽ പിഴിഞ്ഞെടുക്കുന്നതാണ് എളുപ്പം. ചായ അരിപ്പേനെക്കാട്ടും പെട്ടെന്ന് നമുക്ക് പണി തീരും. ഒരു വിസിലടിച്ച് ഒന്നുകൂടി അടിച്ചോട്ടെ. പിന്നെ ഈ വറവിൻ്റെ മൂപ്പിനനുസരിച്ച് വേവിൽ വ്യത്യാസം ഉണ്ടാകും. നല്ലോണം വറുത്താൽ 3 വിസിലടിച്ച് വേവിക്കണം. ഇത് 2 അടിച്ചിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫാക്കി നമുക്ക് ഉരുളി വെച്ചിട്ട് സ്റ്റവ് ഓണാക്കി അരിച്ച ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാനി തിളക്കുന്നുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പയറിൻ്റെ പ്രഷറെല്ലാം ഒന്ന് മാറിയിട്ട് അപ്പോഴേക്കും ഇത് കുറുക്കിയെടുക്കാം. കുക്കർ തുറന്നു. പയർ വെന്തിട്ടുണ്ട്. ഇനി ഞാനിത് ഉടക്കുന്നില്ല. ഉടച്ചാൽ പിന്നെ താരം തരിയില്ലാത്ത പോലെ തന്നെ അരിവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പയർ മുഴുവനും ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. പയർ വേവ് കുറവാണെങ്കിൽ പിന്നെ ശർക്കര പാനിയിൽ ചേർക്കാൻ പാടില്ല. നന്നായിട്ട് ഉടച്ചിട്ട് വേണം ചേർക്കാൻ. നന്നായി വെന്തത് കൊണ്ടാണ് ഞാൻ എണ്ണ ചേർത്ത് കൊടുത്തത്. ശർക്കരയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ വേവില്ല. ഇത് കുറുക്കിയെടുക്കാം. ഈ സമയത്ത് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുറുക്കിയെടുക്കാം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ 1 നുള്ളു ഉപ്പിടുന്നുണ്ട്. പിന്നെ 1 ഏലക്കായിൻ്റെ വലിപ്പത്തിൽ ചുക്ക്, 6 മണി ജീരകം, 3 ഏലക്കായ പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ചേർത്ത് കൊടുത്തു. 1-ാം പാൽ ചേർക്കുന്നതിന് മുമ്പായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഈ സമയത്ത് മധുരവും നോക്കാം. ഞാൻ കൈവിടാതെ ഇളക്കി കൊടുക്കുന്നുണ്ട്. വീഡിയോ ഓണാക്കുന്ന സമയം മാത്രമാണ് നിങ്ങൾ കാണാതെ ഞാനിങ്ങനെ ഇതിൽ വെച്ചിട്ട് കാണിക്കുന്നത്. എല്ലാ സമയവും ഇളക്കി കൊടുക്കണം. നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്തതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം
ഞാൻ മധുരം നോക്കുമ്പോൾ ഒരു പാകത്തിനാണ്. ആവശ്യമുള്ളവർ ഈ ഏലക്കായ പൊടിക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ കാക്കിലോന് കണ്ട വെല്ലം 9 ആണിയാണ് ചേർത്ത് കൊടുത്തത്. നല്ല പാകത്തിനുള്ള മധുരമാണ്. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തെല്ലാം വറുത്ത് ചേർക്കാം. തേങ്ങാക്കൊത്ത് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കഴുകിയ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒന്നിച്ചെന്നെ ചേർത്ത് വയ്ക്കുന്നു. കരിയാതെ വറുത്തെടുക്കണം. കരിഞ്ഞാൽ പോയി പായസത്തിൻ്റെ ടേസ്റ്റിൽ മാറ്റം വരും. എല്ലാം പാകത്തിനായിട്ടുണ്ട്. നമുക്ക് വറുത്ത് ചേർക്കാം. നമ്മുടെ പായസം റെഡിയായിട്ടോ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരെല്ലാം ഇതേ രീതിയിൽ ഉണ്ടാക്കിയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ്. ഓണത്തിന് ചെറുപയർ പരിപ്പ് വെക്കുമ്പോൾ ഇതുപോലെ വെച്ച് നോക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടും.